ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ 112/2024 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയെ തെറ്റായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ ജോഡി എന്ന് പറയുന്നത് സി ആണ് തെറ്റായിട്ടുള്ള ജോഡി, ബാക്കി മൂന്നും ശരിയാണ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടോട്ട് മലയാള രാജ്യം, ഫാദർ ക്ലെമൻ്റ് സംക്ഷേപ വേദാർത്ഥ്യം, പാറമേക്കാൽ തോമ കത്തനാർ വർത്തമാന പുസ്തകം. അപ്പം ഡോക്ടർ ഹെർമൻ ഗുണ്ടോട്ട് മലയാള രാജ്യം, ഫാദർ ക്ലെമൻ്റ് സംക്ഷേപ വേദാർത്ഥം, പാറമേക്കാൽ തോമ കത്തനാർ വർത്തമാന പുസ്തകം. താഴെ തന്നിട്ടുള്ള ഈ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ചാന്നാർ ലഹള, അത് കഴിഞ്ഞ് ഗുരുവായൂർ സത്യാഗ്രഹം, അതിനുശേഷം കുട്ടൻകുളം സമരം, ലാസ്റ്റ് പാലിയം സത്യാഗ്രഹം. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 1857 കലാപത്തിന് സ്ഥലങ്ങളും നേതാക്കളുമാണ് ചേരുംപടി ചേർക്കാൻ. ഫസ്റ്റ് ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ, ബറോട്ട് പർഗാനയിൽ ഷാമൽ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബീഹാറിൽ കൻവർ സിംഗ്. ബറേലിയിൽ ഖാൻ ബഹദൂർ, ബറോട്ട് പർഗാന ഷാമൽ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബീഹാർ കൻവർ സിംഗ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് ബൽഗാം സമ്മേളനം 1924. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരമാണ് കോഴിക്കോട്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1, 4. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. വാർത്താവിനിമയത്തിലും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി മാനസും സുബൻസിരിയും. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? മാനസ്, സുബൻസിരിയാണ്. ഭവാനിപ്പുഴയെ എത്തിച്ചേരുന്ന കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശമാണ് അട്ടപ്പാടി. അപ്പം ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശമാണ് അട്ടപ്പാടി. താഴെ പറയുന്ന ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യുമുലസ് മേഘത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 മാത്രമാണ്. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തെ വളരെ ഉയരത്തെ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. എന്താണ്? തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തെ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നതാണ് ക്യുമുലസ് മേഘങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലമാണ് ഭുവൻ ഹസാരിക സേതു. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഭുവൻ ഹസാരിക സേതു. ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി കണ്ടെത്താനാണ്. ഇവിടെ ശരിയായ ജോഡി രശ്മിമാല ശ്രീലങ്കയാണ്. അപ്പം രശ്മിമാല ഏത് രാജ്യമാണ് പേര് നൽകിയത്? ശ്രീലങ്ക. 1991 ഇന്ത്യയെ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ 1ഉം 2ഉമാണ്. അത് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകളാണ് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണം. നബാർഡ് സ്ഥാപിതമായത് 1982. ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷത ഉൾപ്പെടാത്തത് കർഷകരുടെ കുടിയേറ്റമാണ്. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകളാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗം, യന്ത്രവൽക്കരണം. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡിലാണ് കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രിയാണ് പങ്കജ് ചൗധരി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരാണ് നിഫ്റ്റി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരാണ് നിഫ്റ്റി. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശമാണ് സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. അപ്പം താഴെ പറയുന്ന ആവശ്യങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏതെന്ന് വെച്ചാൽ സമാധാനപരമായ യോഗം ചേരാനുള്ള അവകാശം. നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് 1ഉം 3ഉമാണ്. നിയമനിർമ്മാണത്തെ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും തുല്യ അധികാരമുണ്ട്. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. അപ്പോൾ നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമുണ്ട്. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം, അതായത് ബൈക്കാമറലിസം നിലനിൽക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ
കർണാടകയാണ്. ഇന്ത്യ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനം ഉൾപ്പെടുത്തിയതാണ്? ബ്രിട്ടനാണ്. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെല്ലാമാണ്? ശരിയായത് 1, 3 അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു. പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷ പ്രമേയം ആവശ്യമാണ്. അപ്പോൾ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു. പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷം പ്രമേയം ആവശ്യമാണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPSന് പകരമായി ഇന്ത്യയിൽ വന്ന ശിക്ഷാ നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. നാറ്റോയുടെ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറലാണ് ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. താഴെ പറയുന്ന 2 പ്രസ്താവനകളിൽ പരിഗണിക്കുക. ഇവിടെ 1 തെറ്റും 2 ശരിയുമാണ്. 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഉടമസ്ഥതയെ പരിധി നിശ്ചയിക്കൽ, മിച്ചഭൂമികൾ നൽകൽ, ആധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അപ്പോൾ 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂവുടമസ്ഥതയെ പരിധി നിശ്ചയിക്കൽ, മിച്ചഭൂമികൾ നൽകൽ, കുടിയാൻ ആധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ഇനി കാലക്രമത്തിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം വരുന്ന IRDP ആണ്, അത് കഴിഞ്ഞ് JRY, അതിനുശേഷം SGRY, പിന്നെ ലാസ്റ്റ് വരുന്നതാണ് MGRGS. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന് സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ 3, 4 തെറ്റായ പ്രസ്താവന. അപ്പോൾ ശരിയായിട്ടുള്ളത് നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. അപ്പോൾ നെൽവയൽ എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ചിറകളുണ്ട്, ചാലുകളുണ്ട്, കുളങ്ങളുണ്ട്, കൈത്തോടുകൾ ഉൾപ്പെടുന്നു. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ആരാണ്? ജില്ലാ കളക്ടറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ അനുച്ഛേദവും അനുബന്ധ കമ്മീഷനും കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അനുച്ഛേദം 315 എന്ന് പറയുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അനുച്ഛേദം 243 എന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അനുച്ഛേദം 243 എന്ന് പറയുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. അനുച്ഛേദം 338 എന്ന് പറയുന്ന പട്ടികജാതി ദേശീയ പട്ടികജാതി കമ്മീഷനാണ്. അപ്പോൾ 315 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ, 243 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, 243 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, അനുച്ഛേദം 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെയും സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായി നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുക. ഇത് എല്ലാം ശരിയാണ്. അഭയകരണം, മംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. ഏത് ഗ്രന്ഥിയാണ് മനുഷ്യശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്ന് അറിയപ്പെടുന്ന പീനിയൽ ഗ്രന്ഥിയാണ്. താഴെ പറയുന്ന ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? നിയാസിൻ അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ B. ചിക്കൻ പോക്സ് വൈറസിൻ്റെ ശാസ്ത്രീയ നാമമാണ് വാരിസെല്ല സോസ്റ്റർ. ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ഊർജം നൽകുക. 3R തത്വത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ്? കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഡാഷ് ആണ്. ആൻസർ എന്താണ്? ലിഗമെൻ്റ് ആണ്. എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ലിഗമെൻറ്റുകളാണ്. താഴെ പറയുന്ന അനിയന്ത്രിതമായ കോശവളർച്ച മൂലമുണ്ടാകുന്ന രോഗമാണ് ക്യാൻസർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്ന ആരാണ്? ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൽ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെ? ധ്രുവങ്ങളിലാണ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? വികിരണമാണ്. അപ്പം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് വികിരണം. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഇന്ത്യയുടെ 3ാമത് ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് സുനിത വില്യംസ്. ഓസോൺ പാളി
പാളിയിൽ വിള്ളൽ ഉണ്ടാകുന്ന വാതകമാണ് ക്ലോറോഫ്ലൂറോ കാർബൺ. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെ ഒരു മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം 22.4 ലിറ്റർ. വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡെ. പുതുതായി കണ്ടുപിടിച്ച അറ്റോമിക് നമ്പർ 118 ഉള്ള മൂലകത്തിൻ്റെ പേര് ഓഗനസൈൻ ആണ്. അപ്പോൾ 118 ഉള്ള മൂലകത്തിൻ്റെ പേരാണ് ഓഗനസൈൻ. ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഡെമോക്രിറ്റസ് ആണ്. അപ്പോൾ ഡെമോക്രിറ്റസ് ആണ് ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസികയാണ് കേളി. കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ. മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? വിദ്യാവിനോദിനി. വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവലാണ് വല്ലി. ഭാർഗവീ നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേരാണ് നീലവെളിച്ചം. താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഇത് മൂന്നും ശരിയാണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്ക. ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. PT ഉഷയ്ക്കാണ് ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത. PT ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത. ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്ക. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് 2ഉം 3ഉമാണ്. 2023 അർജുന അവാർഡ് ലഭിച്ചത് ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. അപ്പോൾ 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി. 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ. കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് പ്ലോട്ടർ ആണ്. അപ്പം കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? കീബോർഡ്, ട്രാക്ക് ബോൾ, ബാർകോഡ് റീഡർ. GPS-ൻ്റെ പൂർണ്ണരൂപമാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GPS-ൻ്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. വെബ് ബ്രൗസറിന് ഉദാഹരണമല്ലാത്തത് കുക്കിയാണ്. അപ്പോൾ വെബ് ബ്രൗസറിന് ഉദാഹരണം സഫാരി, ഒപ്പേറ, ഫയർഫോക്സ്. സഫാരി, ഒപ്പേറ, ഫയർഫോക്സ്. മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനമാണ് കോംബോലൈറ്റ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനമാണ്. താഴെ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ ഭാഷ ഏതാണ്? പൈത്തൺ ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ ഭാഷ എന്ന് പറയുന്നത് പൈത്തൺ ആണ്. ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കുന്നുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത്? ആൻസർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ.